ഹായ് ഓൾ, വെൽക്കം ടു ക്യൂ ഫാക്ടറി. ക്വിസ് അനാലിസിസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ചില ക്വസ്റ്റ്യനുകൾ അനലൈസ് ചെയ്യാൻ പോവാണ്. വാട്ട് മേക്സ് ദം ക്യാപ്റ്റിവേറ്റിംഗ്, എന്തൊക്കെയാണ് അതിലുള്ള ക്വിസിംഗ് ടിപ്പുകൾ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. നോക്കാം. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഒരു ആസിഡാണ്. അനാകാഡിക് ആസിഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പ്രധാനമായും ഒരു ചെടിയിൽ നിന്ന്, കേരളത്തിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു വിളയിൽ നിന്ന് ലഭിക്കുന്ന ആസിഡാണ്. അനാകാഡിയം ഓക്സിഡന്റാലെ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. അനാകാഡിയം ആണ് ശരിക്കും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് പോകാനുള്ള ക്ലൂ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താണിത്? അനാകാഡിക് ആസിഡ്. സോ ഈ അനാകാഡിക് ആസിഡ് ഈ ഒരു ഫ്രൂട്ടിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വിസ് മാസ്റ്റർ പറഞ്ഞ ക്ലൂ. ആൻഡ് ദാറ്റ്സ് ആക്ച്വലി വെരി സിഗ്നിഫിക്കൻറ്റ്. കാരണം ഈ അനാകാഡിക് എന്നുള്ള വാക്കിന് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ്? കാർഡിയോളജി ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹാർട്ട്. സോ കാർഡിയോളജി എന്ന് വെച്ചാൽ ഹാർട്ടിന്റെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഡിവിഷനാണല്ലോ കാർഡിയോളജി. സോ കാർഡിയോ എന്ന ഈ റൂട്ടൊക്കെ ഹാർട്ടുമായി ബന്ധപ്പെട്ടതൊന്നാണ് എന്ന് നമുക്ക് ഒരു ക്വിസ് പറഞ്ഞാൽ അത് ഗസ് ചെയ്യാൻ പറ്റും. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. ഹൃദയത്തിന്റെ ഷേപ്പാണ് നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. സോ അവിടെ നിന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ആയിരിക്കും ഇത് എന്നുള്ളത്. കാരണം ഇതിൻ്റെ പേര് തന്നെ അനാകാഡിയം ഓക്സിഡന്റാലെ എന്ന് സാർ പിന്നെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ കൂടാതെ വേറൊരു ക്ലൂവും കൂടി സാർ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു വിളയിൽ നിന്ന് ലഭിക്കുന്ന ആസിഡാണ്. ഒരു ജില്ലയുടെ പ്രധാന പ്രൊഡ്യൂസ് ആണ് എന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ക്ലൂ വെച്ചിട്ടാണ് നമ്മുടെ കണ്ണൂർ ടീം ഇത് ആക്ച്വലി ആൻസർ പറഞ്ഞത്. സോ അവർ പറഞ്ഞ ഉത്തരം കാഷ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലൂ നിങ്ങൾ വിട്ടുപോയോ? എന്തായിരുന്നു ക്ലൂ? കേരളത്തിലെ ഒരു ജില്ല ഇതിന് വളരെ പ്രശസ്തം. കശുവണ്ടി. ഏതാണ് ആ ജില്ല? കൊല്ലം. റൈറ്റ് ആൻസർ, അബ്സല്യൂട്ട്ലി റൈറ്റ്. ദിസ് ഈസ് കാഷ്യൂ. ഒന്നാമത്തെ ചോദ്യത്തിൽ മെഡിസിനുമായി ബന്ധപ്പെട്ട ഒരു ടേമും കൂടാതെ കേരളത്തിലെ ഒരു ജില്ലയിലുള്ള ഒരു പ്രൊഡ്യൂസും, ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കശുവണ്ടി എന്നുള്ള ഉത്തരത്തിലേക്ക് ക്വസ്റ്റ്യൻ നയിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വിസേഴ്സ് പല സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യണം. ആ സോഴ്സ് ഓഫ് ഇൻഫർമേഷനെ കണക്ട് ചെയ്തിട്ട് ഒരു ഉത്തരത്തിലേക്ക് എത്തണം എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനോടെ കാണാൻ സാധിക്കുന്നത്. സിയ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ. കെമിസ്ട്രി ഓഫ് കോസ്മെറ്റിക്സ് ഡാഷ്. എന്തിന്റെ കെമിസ്ട്രിയാണ് നിങ്ങൾ അവിടെ കാണുന്നത്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇത് ലോകത്തെമ്പാടും പല ബ്രാൻഡുകളിൽ ഇത് ലഭ്യമാണെങ്കിലും ഒരുവിധം എല്ലാ ബ്രാൻഡിന്റെയും കൺസ്റ്റിറ്റ്യുവൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്. കാസ്റ്റർ ഓയിലും ബിവാക്സും മറ്റു ചില വാക്സുകളും ലനോലിനും കുറച്ച് ഡൈയും ഒക്കെയാണ് ഇതിനെപ്പോഴും ഉണ്ടാവുക. ഇതിന്റെ കൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പോണൻ്റ് ആയിട്ടോ. കോസ്മെറ്റിക്കുമായി ബന്ധപ്പെട്ട എന്തിന്റെ കൺസ്റ്റിറ്റ്യുവൻസ് ആണ് നിങ്ങൾ അവിടെ കാണുന്നത്? കാസ്റ്റർ ഓയിൽ, ബിവാക്സ്, മറ്റ് വാക്സുകൾ, ലനോലിൻ, ഇതൊക്കെയാണ് ഇതിലുണ്ടാവുക. കാർമൈൻ റെഡ് പോലെയുള്ള ഡൈ പിഗ്മെന്റ് ഒക്കെ ചേർക്കാറുണ്ട് എന്നുള്ളൊരു ക്ലൂ ആയിട്ട് അതിനെ എടുക്കാം. എന്തിനെ കുറിച്ചാണ് നാം പറയുന്നത്? ഇത് ആക്ച്വലി പെൺകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ സി. ഏറ്റവും ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് ക്വിസ് മാസ്റ്റർ അവതരിപ്പിച്ച ഒരു വേ ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു ഇമേജിൽ തന്നെ ഒത്തിരി ക്ലൂസ് ഉണ്ട്. കാസ്റ്റർ ഓയിൽ, ബീസ് വാക്സ്, അതർ വാക്സസ്, കൂടാതെ ലനോലിൻ, ഡൈസ്, പിഗ്മെന്റ്സ്, പെർഫ്യൂം, പിന്നെ കാർമൈൻ റെഡ്, അതൊക്കെ ഒരു വലിയ ക്ലൂ അല്ലേ? ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതെ. അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം? ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഉത്തരം. ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണോ? എന്താണ് ലിപ്സ്റ്റിക് എന്ന ഉത്തരത്തിലേക്ക് എത്താനുള്ള തോട്ട് എന്താണ്? വാക്സ് എന്നൊക്കെ. വാക്സ് ഉണ്ട്, പിന്നെ റെഡ്, ഡൈസ് ആൻഡ് പിഗ്മെന്റ്. അബ്സല്യൂട്ട്ലി റൈറ്റ്. ഗുഡ് സ്കോർ, ഗുഡ് ഓപ്പണിംഗ്. ഓ, ഐ സി. അപ്പൊ അതിന്റെ ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഒരു ക്ലൂ തന്നു അല്ലേ? ഇതില് ഇവിടെ ഡൈസ്, പിഗ്മെന്റ്സ്, പെർഫ്യൂം, പിന്നെ കാർമൈൻ റെഡ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ റെഡ് അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം. ശരിയാ. നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതിന് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ക്വിസിംഗില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒബ്സർവേഷൻ. നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഉത്തരത്തിൽ പെട്ടെന്ന് എത്താം. അതെ. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഒരു ഗേൾസ് ടീമാണ് ആൻസർ ഉത്തരം. അത് മാത്രമല്ല, പെട്ടെന്ന് ഈ ഇമേജിലേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് നമ്മളെ സൈറ്റ് പെട്ടെന്ന് പോവാ. ഈ ഡൈസ്, അതുപോലെ കാസ്റ്റർ ഓയിൽ, ബീസ് വാക്സ്, ഇതൊക്കെ ലിപ്സ്റ്റിക് എന്ന ഒരു വസ്തു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണെന്ന്
പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് പോകുന്ന അതേ സമയം നമ്മുടെ ഒപ്പോണന്റിന് അത് മനസ്സിലാവുകയും ചെയ്യും. സോ സ്പീഡും വേണം. സ്പീഡും വേണം, നന്നായിട്ട് ഒബ്സർവേഷൻ സ്കില്ലും വേണം. അതെ. അങ്ങനെയാണ് ഗേൾസ് ടീം ഈ ഉത്തരത്തിലേക്ക് എത്തിയത്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ലിപ്സ്റ്റിക് ആയിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു അവാർഡ് ആദ്യമായി ലഭിച്ച 3 വ്യക്തികളാണ് ഇവർ. ആ അവാർഡിന്റെ ആദ്യത്തെ എഡീഷനിൽ ആ അവാർഡ് സ്വീകരിച്ച 3 വ്യക്തികളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി വളരെ ട്രിക്കിയാണ്. എന്താണെന്ന് അറിയോ? ഇതിൽ കൊടുത്ത ക്ലൂ ആണ്. കാരണം ഈ ക്ലൂ ശ്രദ്ധിച്ചാൽ ഇതിൽ 3 പേരുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ബാലചന്ദ്ര ഭാസ്കർ ഭഗവത്, ഓം പ്രകാശ് ഭരദ്വാജ്, ഉദയോത്ത് മാധവൻ. അപ്പോൾ ഒരു ലേമാൻ്റെ പെർസ്പെക്റ്റീവ് ഈ 3 പേരും ചിലപ്പോൾ അവർ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവരോട് പറയാണ് ഈ 3 പേരാണ് ആദ്യമായി ഒരു അവാർഡ് ജയിച്ചത്, ആ അവാർഡിൻ്റെ പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു റാൻഡം ഗസ്റ്റ് ആയി കൊടുക്കുക. നമുക്ക് ടീംസിൻ്റെ ഗസ്റ്റ് ഒക്കെ നോക്കിയാൽ പത്മശ്രീ, വിജ്ഞാൻ രത്ന എന്നൊക്കെയാണ് മറ്റുള്ള ടീംസൊക്കെ പറഞ്ഞത്. പത്മശ്രീ, പരമവീര ചക്രം. പക്ഷെ ഇതിലൊരു ടീം മാത്രം വളരെ സ്മാർട്ടായിട്ട് കളിച്ചു. ടീം സി, ട്രിവാൻഡ്രം. അവരെന്താ ചെയ്തതെന്നറിയോ? ഈ ഉദയോത്ത് മാധവൻ എന്നുള്ളത് ഓയും എമ്മും ചേർത്ത് OM നമ്പ്യാർ എന്നുള്ള. അതെ. OM നമ്പ്യാർ എന്നുള്ള ആൻസറിലേക്ക് അവർക്ക് എത്താൻ പറ്റി. സോ ബേസിക്കലി ഉദയോത്ത് മാധവൻ എന്നുള്ളത് OM നമ്പ്യാരുടെ ഇനീഷ്യൽസ് ആണ്. പക്ഷെ അത് അധിക പേർക്കും അറിയില്ല. ആൻസർ പ്ലീസ്. ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡ് എന്ന ഉത്തരമാണ് അബ്സല്യൂട്ട്ലി റൈറ്റ്. ദ്രോണാചാര്യ അവാർഡാണ്. മൂന്നാമത്തെ വ്യക്തി ഉദയോത്ത് മാധവൻ നമ്പ്യാർ, OM നമ്പ്യാരാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലായി ഉദയോത്ത് മാധവൻ എന്നുള്ളത് OM നമ്പ്യാരാണ്. സോ അതുകൊണ്ട് തന്നെ OM നമ്പ്യാർ ദ്രോണാചാര്യ അവാർഡിൽ ജയിച്ച ആദ്യത്തെ വ്യക്തികളിൽ ഒരാളാണ് എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അവർ ആ ഒരു ക്ലൂ വെച്ചിട്ട് ദ്രോണാചാര്യ അവാർഡ് എന്ന് കറക്റ്റായ ഉത്തരം പൗൺസ് ചെയ്തു. സോ ബേസിക്കലി ഇതിലുള്ള ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ക്വിസ് മാസ്റ്റർ OM നമ്പ്യാർ എന്ന് കൊടുക്കാണ്ട് ഉദയോത്ത് മാധവൻ എന്ന് കൊടുത്തു. ബേസിക്കലി മറ്റുള്ളവരെ അതെ. അപ്പൊ അവർക്ക് കറക്റ്റുള്ള ക്ലൂ കിട്ടിയില്ല. പക്ഷെ എല്ലാവരും OM നമ്പ്യാർ എന്നുള്ള പഠിക്കുക. പക്ഷെ അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം ഉദയോത്ത് മാധവൻ നമ്പ്യാരാണ് എന്നുള്ളത് പല പേർക്കും അറിയില്ല. സോ ബേസിക്കലി അറ്റൻഷൻ ടു ഡീറ്റെയിൽ, നമ്മൾ ഓരോ കാര്യം നോക്കുമ്പോഴും അനലൈസ് ചെയ്യുമ്പോഴൊക്കെ അതിലുള്ള ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് പഠിപ്പിക്കുന്നത്. സോ ഓരോ ക്വിസറിനും ബേസിക്കലി ഈ ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിലിൻ്റെ ആ ഒരു ഹാബിറ്റ് നമ്മൾ എപ്പോഴും ഡെവലപ്പ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനും എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ നമുക്ക് ആ ഒരു ആൻസറിലേക്ക് ലീഡ് ചെയ്യാൻ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം കളിക്കാൻ. അപ്പോൾ ക്വിസ് അനാലിസിസിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും വേറൊരു എപ്പിസോഡുമായി വരുന്നതായിരിക്കും. Until then, stay tuned. Happy QC.